ഇത് ഞാൻ പറയാൻ പോകുന്നത് 2014 റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ലൂസി എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതൊരു കിടലൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിമാണ്. ഇതിന്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യൻ നമ്മുടെ ബ്രെയിനിന്റെ 10% ഉപയോഗിക്കുന്നുള്ളൂ. ഈ സിനിമയിൽ പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ബ്രെയിനിന്റെ 100% ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കിടലൻ സിനിമയാണ്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം നമുക്ക് ഒരു പ്രൊഫസറിനെ പരിചയപ്പെടാം. ഇയാളുടെ പേര് സാമുവൽ എന്നാണ്. മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് ഒരു റിസർച്ച് ആണ് ഇയാൾ നടത്തുന്നത്. അയാൾ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അയാൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി അവിടെ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം. ഏതാണ്ട് പല കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നാഡീകോശങ്ങളിലെ മാറ്റങ്ങൾ കാണാൻ നമ്മൾ 4 ലക്ഷം വർഷം കാത്തിരിക്കേണ്ടി വരും. ഇവിടെയാണ് നമ്മൾക്കറിയാവുന്നതുപോലെ ജീവൻ ആരംഭിക്കുന്നത്. തലച്ചോറ് രൂപപ്പെട്ടു വന്നത് വളരെ ചെറിയൊരു മില്ലിഗ്രാമിലാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധി അളക്കാൻ സാധ്യമല്ല. അത് പെട്ടെന്നുള്ള പ്രതികരണമായാണ് നമുക്ക് അനുഭവപ്പെടുക. ഒരു ന്യൂറോൺ ഉണ്ടാവുമ്പോൾ നമ്മൾ ജീവിക്കുന്നു. 2 ന്യൂറോൺ ആണെങ്കിൽ നമ്മൾ അനങ്ങാൻ തുടങ്ങും. നമ്മൾ നീങ്ങുന്നതിനോടൊപ്പം തന്നെ വളരെ രസകരമായ കാര്യങ്ങൾ സംഭവിക്കാനും തുടങ്ങുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടില്ലേ, ഒരു പരുന്ത് അതിന്റെ ഇരയെ പിടിക്കുന്നു, ഒരു കരടി ഒരു മീനിനെ പിടിക്കുന്നു, ഒരു ഓന്ത് അതിന്റെ ഇരയെ പിടിക്കുന്നു. ഭൂമിയിലെ മൃഗങ്ങളുടെ ജീവിതത്തിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നിട്ടും മിക്ക മൃഗങ്ങളും അവയുടെ തലച്ചോറിന്റെ 3 മുതൽ 5% വരെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യർ നമ്മുടെ തലച്ചോറിന്റെ 10% ഉപയോഗിക്കുന്നത്. പക്ഷെ 10% എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ചായിട്ടേ നമുക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ 10% വെച്ച് മനുഷ്യർ എന്തൊക്കെ ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ഈ ഭൂമിയിലുള്ള ഇപ്പൊ എല്ലാ കണ്ടുപിടുത്തങ്ങളും ആ 10% വെച്ച് മനുഷ്യർ ചെയ്തതാണ്. എന്നാൽ നമ്മൾ മനുഷ്യരെക്കാളും ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ജീവിവർഗമുണ്ട്, അത് ഡോൾഫിനാണ്. ഡോൾഫിൻ അതിന്റെ തലച്ചോറിന്റെ 20% ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള പ്രാകൃത ജീവികൾക്ക് ജീവിതം എന്നാൽ ഒരേ ഒരു ഉദ്ദേശമാണുള്ളത്, സമയത്തെ സ്വരൂപിക്കുക. അതുപോലെ തന്നെ സമയത്തിലൂടെ കടന്നു പോകുക എന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളുടെ യഥാർത്ഥ ലക്ഷ്യം. മണ്ണിരകളുടേതായാലും മനുഷ്യന്റേതായാലും തന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഭൂരിഭാഗം സെല്ലുകൾക്കും 2 സാധ്യതകളാണുള്ളത്. അതിലൊന്നാമത്തേത് ഇമ്മോർട്ടൽ ആയിട്ടിരിക്കുക, അതായത് മരണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുക. ഒരുപക്ഷെ അതിന് ചുറ്റുപാടുകൾ അനുകൂലമായി വന്നിട്ടില്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി തിരഞ്ഞെടുക്കേണ്ടി വരും. ഒരുപക്ഷെ ചുറ്റുപാടുകൾ അതിന് അനുകൂലമാണെങ്കിൽ സെല്ലുകൾ പുനരുൽപാദനം തിരഞ്ഞെടുക്കും. പിന്നീട് അവർ മരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും നോളജും അടുത്ത സെല്ലുകൾക്ക് കൈമാറും. പിന്നീട് അത് അതിന്റെ അടുത്ത സെല്ലുകൾക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അറിവും ജ്ഞാനവും സമയത്തിലൂടെയാണ് കൈമാറ്റം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബുദ്ധിശക്തി 20% ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ 20% ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. സാമുവൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെയുള്ള ഒരുത്തരം ഡൗട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതാണോന്ന്. അതേക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് ഇതൊരു തിയറി മാത്രമാണ്. പക്ഷെ നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ഗ്രീക്കുകാർക്കും ഈജിപ്തുകാർക്കും പിന്നെ ഇന്ത്യക്കാർക്കും സെല്ലുകളെ പറ്റിയിട്ടുള്ള ധാരണ മൈക്രോസ്കോപ്പുകൾ കണ്ടുപിടിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ഡാർവിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? എല്ലാവരും പുള്ളിയെ കളിയാക്കി. മനുഷ്യനിലുള്ള 100 കോടി നാഡീകോശങ്ങളിൽ വെറും 15% മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിൽ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെക്കാളും കണക്ഷൻസ് ഉണ്ട്. വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ നമ്മുടെ ബ്രെയിനിലുണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കാറേയില്ല. അയാളത് പറയുമ്പോൾ വേറൊരു ലേഡി അവളുടെ ഒരു ഡൗട്ട് വയ്ക്കുകയാണ്. അതായത് ഇതിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ വെച്ച് മറ്റുള്ള മനുഷ്യരെയും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി കുറഞ്ഞത് 40% ഉപയോഗിക്കണം. അങ്ങനെ നമ്മളെയും മറ്റുള്ളവരെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാറ്ററിന്റെ കൺട്രോൾ താനേ വന്നോളും. പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു സയൻസ് ഫിക്ഷൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ സമയത്താണ് വേറൊരുത്തരോട് ഡൗട്ട് ചോദിക്കുന്നത്. ഒരു പക്ഷേ ആരെങ്കിലും അവരുടെ ബുദ്ധിശക്തി 100% ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പയ്യൻ ചോദിക്കുന്നത്. അതേക്കുന്ന പ്രൊഫസർ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല എന്നാണ്. ഇതോടുകൂടി ക്ലാസ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കേൾക്കുന്നത് നമ്മുടെ നായികയായ ലൂസിയുടെ ഒരു വോയിസ് ഓവറാണ്. അവർക്ക് നമ്മുടെ മനുഷ്യരുടെ അടുത്ത് ഒരു ചോദ്യമുണ്ട്. നമുക്ക് ജീവൻ ലഭിച്ചിട്ട് പല കോടി വർഷങ്ങളായി, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ചോദ്യമാണ് അവർക്ക് ഹ്യൂമാനിറ്റിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ ലൂസിയുടെ അടുത്തേക്ക് പോവാം. അവളിപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആയ റിച്ചാർഡിന്റെ കൂടെ ഒരു ഹോട്ടലിന് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ലൂസി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്നാൽ റിച്ചാർഡ് ആണെങ്കിലോ ഉടായ്പിന്റെ ഉസ്താദ്. അവരുടെ കയ്യിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. റിച്ചാർഡ് ഇപ്പോൾ ലൂസിയുടെ അടുത്ത് പറയുന്നത് ഈ ഹോട്ടലിനകത്ത് ജാങ് എന്ന പേരിൽ എടുത്തിട്ടുണ്ട്. അവന്റെ കയ്യിൽ പെട്ടി ഒന്ന് കൊണ്ടുകൊടുക്കാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ സമയം ലൂസി ആണെങ്കിൽ ആ പെട്ടിക്കകത്ത് എന്താണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ റിച്ചാർഡ് പറയുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഇത് അയാളുടെ കയ്യിൽ എത്തിച്ചാൽ മതി, എനിക്ക് അയാളുടെ അടുത്തേക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല, അത് പ്രശ്നമാണ്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം എന്നാണ് റിച്ചാർഡ് പറയുന്നത്. പക്ഷെ ആ ബോക്സിനകത്ത് എന്താണെന്ന് അവൻ പറയാത്തതുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഈ റിച്ചാർഡിന്റെ കയ്യിൽ എന്തൊക്കെ ഉടായ്പുണ്ട് എന്ന കാര്യം ലൂസിക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ അതിന് സമ്മതം പറയാത്തത്. എന്നാൽ ഈ സമയം റിച്ചാർഡ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടി എടുത്തിട്ട് അവളുടെ കയ്യിൽ അങ്ങോട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അവർക്ക് അത് കയ്യിൽ നിന്ന് നൂരി മാറ്റാനും പറ്റുന്നില്ല. നീ എന്തായാലും ഈ പെട്ടി അകത്ത് കൊണ്ടുകൊടുക്കണം, ഞാൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് ലൂസിനെ ഹോട്ടലിനകത്തേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ അവൾ നേരെ റിസപ്ഷനിലേക്ക് ചെന്നു. എന്നിട്ട് ജാങ്ങിന്റെ റൂം ഏതാണ് എന്നാണ് അവൾ ചോദിക്കുന്നത്. റിസപ്ഷനിസ്റ്റ് ഉടനെ തന്നെ ജാങ്ങിനെ വിളിച്ചു. അതായത് നിങ്ങളെ കാണാൻ വേണ്ടി ഒരു ലേഡി ഒരു പെട്ടിയുമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് റിസപ്ഷനിസ്റ്റ് ജാങ്ങിന്റെ അടുത്ത് പറയുന്നത്. പെട്ടിയുമായിട്ട് ലേഡിയാണ് വന്നതെന്ന് അറിയുമ്പോൾ ജാങ്ങിന് ഡൗട്ടായി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അയാളുടെ അസിസ്റ്റൻസിനെ റിസപ്ഷനിലേക്ക് പറഞ്ഞു വിടാണ്. 4-5 പേരുണ്ടായിരുന്നത്. എന്നാൽ ഈ സമയം ലൂസി നോക്കുമ്പോൾ റിച്ചാർഡ് ഹോട്ടലിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ വെടിയേറ്റ് മരിക്കുന്നത്. അതുകൂടെ കാണുമ്പോൾ അവർക്ക് ഞെട്ടലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജാങ്ങിന്റെ ആൾക്കാർ വന്നിട്ട് ലൂസിയും പിടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് പോവാണ്. അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം എല്ലാവരും കൂടെ അവൾ അവിടുത്തെ ഒരു ചെയറിൽ കൊണ്ടിരുത്തി. ഈ സമയത്താണ് ജാങ് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പം ഒരുത്തരെ പെട്ടി ഇടിച്ച് അയാളുടെ കയ്യിൽ മൊത്തം ചോരയാണ്. ലൂസിയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അയാൾ ആ ചോരയൊക്കെ കഴുകി കളയുന്നുണ്ട്. അതിനുശേഷം അയാൾ ലൂസിയുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഈ പെട്ടിക്കകത്ത് എന്താണുള്ളത് എന്നാണ് അയാൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. ലൂസി ആണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല, ആ റിച്ചാർഡ് എന്നെ ഏൽപ്പിച്ചതാണ് ഈ പെട്ടി, ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ലൂസി ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അയാൾക്ക് അങ്ങോട്ട് ശരിക്കും വിശ്വാസമാവുന്നില്ല. ഇയാൾ തന്നെയാണ് റിച്ചാർഡിന്റെ അടുത്ത് ആ പെട്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റിച്ചാർഡ് ഉടായ്പാണ് എന്ന കാര്യം ഈ ജാങ്ങിനും അറിയാം.
അതുകൊണ്ട് തന്നെ ആ പെട്ടിക്കുള്ളിൽ ചിലപ്പോൾ ബോംബായിരിക്കാനാണ് സാധ്യത എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിയുടെ പാസ്വേഡ് ഒക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് അവളോട് അത് തുറക്കാൻ പറഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് കുറച്ച് മാറിയിരിക്കുകയാണ്. ലൂസി ആണെങ്കിൽ നിവൃത്തിയില്ലാതെ പേടിച്ച് ആ പെട്ടി തുറക്കുകയും ചെയ്തു. എന്നാൽ ആ പെട്ടി തുറന്നപ്പം അതിനകത്ത് ബോംബല്ല, അതിനകത്ത് 3 പാക്കറ്റുകളായിട്ട് നീല കളറുള്ള എന്തൊരു ഡ്രഗാണ്. ഈ ഡ്രഗിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജാങ് ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തത്. ഡ്രഗ് ആണെന്ന് അറിയുമ്പോൾ അയാൾ തിരിച്ച് ലൂസിയുടെ അടുത്തേക്കാണ് വന്നു. ഇനിയിപ്പം അയാൾക്ക് ആ ഡ്രഗ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തരം അയാൾ അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് അയാളെ കൊണ്ട് ആ ഡ്രഗ് ഇൻഹേൽ ചെയ്യുകയാണ്. ആ സാധനം അകത്തേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഒരു ഭ്രാന്തമായ അവസ്ഥയായിരുന്നു അയാൾക്ക്. ഒരു വട്ടനെ പോലെ അയാൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ജാങ് എന്ത് ചോദിച്ചിട്ടും അയാൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതൊക്കെ കൂടെ കാണുമ്പോൾ ജാങ്ങിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്ക് എടുത്തിട്ട് അപ്പം തന്നെ അയാളെ വെടിവെച്ച് കൊന്നുകളയാണ്. അതൊക്കെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് ലൂസി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇത്രയും നേരം ലൂസിക്ക് ബോധമില്ലായിരുന്നു. ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ റൂമിനകത്തിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ വയറ് കീറിയിട്ട് എന്തൊക്കെ തുന്നി കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് ബോധം വന്ന് കാണുമ്പോൾ ആ ജാങ്ങിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവളെയും പിടിച്ചുകൊണ്ട് ജാങ്ങിന്റെ അടുത്തേക്ക് തന്നെ നിന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡ്രഗ് ഉണ്ടല്ലോ, അതിന്റെ പേര് CPH4 എന്നാണ്. അതിലൊരു പാക്കറ്റ് അവരുടെ വയറ്റിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് അവൾ യൂറോപ്പിലേക്ക് പോകണം. എയർപോർട്ടിലെ ചെക്കിംഗ് ഒഴിവാക്കാനാണ് അത് അവരുടെ വയറ്റിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇവളുടെ മാത്രമല്ല 2-3 ആൾക്കാരെ കൂടെ അവർ ആ റൂമിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇവരുടെ ഒക്കെ വയറ്റിനകത്ത് ആ ഡ്രഗ് ഉണ്ട്. എത്രയും പെട്ടെന്ന് അത് യൂറോപ്പിലേക്ക് എത്തിക്കണം. ഇതാണ് അവരുടെ ജോലി. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ലൂസി അവർ റൂമിനകത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സമയം 2 ആൾക്കാർ റൂമിൽ നിൽക്കുന്നുണ്ട്. അതിലൊരുത്തൻ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൾ അതിന് വഴങ്ങി കൊടുക്കുന്നില്ല. അത് കാരണം അയാളാണെങ്കിൽ അവളെ നന്നായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അയാളിപ്പോൾ അവളുടെ വയറ്റിനിട്ട് തന്നെയാണ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിലത്ത് ഇങ്ങനെ കടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വയറ്റിൽ ചവിട്ടുന്ന കാണുമ്പോൾ അവിടെ നിൽക്കുന്ന മറ്റവനാണെങ്കിൽ അയാളെ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴാണ് ലൂസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവളുടെ വയറ്റിനകത്തിരിക്കുന്ന ഡ്രഗിന്റെ പാക്കറ്റും പൊട്ടിയിട്ടുണ്ട്. അതിപ്പം അവളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്രഗ് എന്താണെന്ന് പറയാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി വർദ്ധിക്കും. അത് കുറച്ചായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ആ പാക്കറ്റ് വയറ്റിനകത്തും പൊട്ടിയോണ്ട് ആ ഡ്രഗ് ഇപ്പൊ കുറെ അവളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ അവളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി 20% കൂടിയിരിക്കുകയാണ്. ആ ഡ്രഗ് സ്പ്രെഡ് ആവുന്നതിനനുസരിച്ച് അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ 20% ആയതുകൊണ്ട് അവളുടെ ശരീരത്തിൽ വേറെയും ചില പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവളിങ്ങനെ വായുവിലേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണിച്ചിട്ടും അവൾക്ക് അവളിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വായുവിൽ ഫ്ലോട്ട് ചെയ്ത് നിന്നതിന് ശേഷം അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോൾ അവളുടെ കണ്ണൊക്കെ നീല കളറായിട്ടുണ്ട്. മാത്രമല്ല അവൾക്കിപ്പം അവളുടെ ശരീരത്തിന്റെ കൺട്രോളും കിട്ടിയിട്ടുണ്ട്. ശരീരത്തിലേക്ക് എന്തോ ഒരു സൂപ്പർ പവർ കയറിയ പോലെയാണ് അവൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവൾ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഒരുത്തനകത്തേക്ക് വരുന്നത്. അവൻ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ അവൻ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം അവൾ ഒരു തോക്ക് എടുത്തിട്ട് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം കുറെ ആൾക്കാർ അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരെല്ലാവരും കണ്ടതും അവൾ ആ തോക്ക് വെച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ എല്ലാത്തിനും വെടിവെച്ച് കൊന്നളഞ്ഞു. അങ്ങനെ അവന്മാരുടെ പണിക്ക് തീർത്തിട്ട് അവൾ ആ ടേബിളിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് ആ ഷൂട്ട് ഔട്ടിൽ അവക്കും വെടിയിട്ടിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായത്. അവളുടെ തോളത്താണ്. ഈ സമയം അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൈ വെച്ചിട്ട് തന്നെ അവളുടെ തോളിൽ തറച്ചിരിക്കുന്ന ഉണ്ട അവൾ പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ഒരു ബാഗ് എടുത്ത് കുറെ ആയുധങ്ങളൊക്കെ നിറച്ചിട്ട് അവൾ വേഗം തന്നെ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ടാക്സിക്കാരൻ നിൽക്കുന്നുണ്ട്. അവൾ ആ ടാക്സിയിലേക്ക് കയറി അയാളുടെ അടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് അവർ അവിടെ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ലൂസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറെ അപ്പുറത്തായിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ കാറിൽ ഇരുന്നിട്ട് തന്നെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്ക് കയറിയതും അവൾ നേരെ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്കാണ്. അവിടെ ഇപ്പം ഡോക്ടർമാർ ചേർന്നിട്ട് ഒരാളെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ നേരെ പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന സ്ക്രീനിന്റെ അടുത്തേക്കാണ്. ഒരാളെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്. അതൊക്കെ നോക്കിയതിന് ശേഷം അവൾ വേഗം ചെന്നിട്ട് അവിടെ കിടത്തിയിരിക്കുന്ന രോഗിയെ വെടിവെച്ച് കൊല്ലാണ്. അത് കാണുന്ന ഡോക്ടർമാർക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു. ഈ സമയം ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയെ എടുത്തിട്ട് താഴേക്ക് കിടത്തി. അതിനുശേഷം നിങ്ങൾ ഈ രോഗിയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇയാൾക്ക് ട്യൂമർ അല്ലേ, ഇനി നിങ്ങൾ ആ ട്യൂമർ എടുത്ത് കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇയാൾ മരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ ഇയാളെ ഓപ്പറേഷൻ ചെയ്ത് സമയം കളയണ്ട. നിങ്ങളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് തന്നെയാണ്. എന്റെ വയറ്റിനകത്ത് ചില ആൾക്കാർ ചേർന്നിട്ട് ഒരു ഡ്രഗ്സിന്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പൊട്ടി എന്റെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒന്ന് എടുത്ത് മാറ്റി തരണം എന്നാണ് ലൂസി ആ ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം ഡോക്ടർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇതെടുത്ത് മാറ്റി തരാം, നീ ഒന്ന് അടങ്ങ്, ആദ്യം തോക്കൊന്ന് എടുത്ത് മാറ്റ്, എന്നിട്ട് എനിക്ക് നിന്നെ ഒന്ന് ബോധം കെടുത്തണം, അല്ലാതെ ഞാൻ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതേ കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ മയക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലൂസി അവളുടെ കയ്യിലെ തോക്ക് മാറ്റി. അങ്ങനെ ഡോക്ടർ വേഗം തന്നെ അവളുടെ സ്റ്റിച്ചോ കഴിക്കാൻ തുടങ്ങി. ഈ സമയം ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് അയാളുടെ ഫോൺ എടുത്തു. എന്നിട്ട് അവൾ നേരെ വിളിക്കുന്നത് അവളുടെ അമ്മയാണ്. ഇപ്പൊ ഡോക്ടർ അവിടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവൾ അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൾ അമ്മയുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം അനുഭവപ്പെടുന്നുണ്ടമ്മേ, ഈ സ്പേസ്, വായു, എനിക്ക് ചുറ്റുമുള്ള വൈബ്രേഷൻസ്, മനുഷ്യർ, ഗ്രാവിറ്റി, എന്തിന് ഭൂമി കറങ്ങുന്നത് പോലും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ചൂടും എന്റെ രക്തക്കുഴലുകൾ കൂടെ ഒഴുകുന്ന രക്തവും എനിക്ക് എന്റെ തലച്ചോറിനെ പോലും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അമ്മ എനിക്ക് ആദ്യമായിട്ട് തന്ന മുലപ്പാലുണ്ടല്ലോ, അതിന്റെ രുചി പോലും എനിക്ക് എന്റെ നാക്കിലിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ജനിച്ചപ്പോൾ മുതലുള്ള ഓർമ്മകളൊക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവൾ ജനിച്ച സമയത്തെ ചില ഓർമ്മകളൊക്കെ അവൾ അമ്മയുടെ അടുത്ത് പറയാൻ തുടങ്ങി. അതേക്ക് അമ്മയ്ക്കൊക്കെ അത്ഭുതമായി. നിനക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ ഇങ്ങനെ ഓർക്കുന്നത് എന്നൊക്കെയാണ് അമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ അവളുടെ വയറ്റിനകത്തു നിന്നും ആ പാക്കറ്റ് വെളിയിലേക്ക് എടുത്തു. അപ്പോഴേക്കും അവൾ ഫോൺ കെട്ടുകയും ചെയ്തു. ഈ സമയം അവൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത് ആ പാക്കറ്റിൽ ഇനി എത്ര ഡ്രഗ്സ് ഉണ്ടെന്നാണ്. അതേക്കുന്ന ഡോക്ടർ പറയുന്നത് ഇനി ഇതിൽ 1/2 കിലോ ഡ്രഗ്സ് ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ നിന്റെ ശരീരത്തിലാണ്, ഇത് എന്ത് ഡ്രഗ്സ് ആണ് എന്നാണ് ഡോക്ടർ
ചോദിക്കുന്നത്. ഇത് CpH4 ആണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുന്ന ഡോക്ടർക്ക് ഒരു ഞെട്ടലായിരുന്നു. ഡോക്ടറുടെ മുഖഭാവം മാറിയപ്പോൾ CpH4നെ കുറിച്ച് അയാൾക്ക് അറിയാം എന്ന കാര്യം ലൂസിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ് ഈ CpH4 എന്നാണ് അവൾ ഡോക്ടറോട് ചോദിക്കുന്നത്. ഈ സമയം ഡോക്ടർ CpH4 എന്താണ് എന്ന കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ത്രീകൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തിന്റെ 6ാമത്തെ ആഴ്ചയിൽ അവരുടെ ശരീരത്തിൽ ചെറിയ അളവിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ CpH4. അത് അവളുടെ കുഞ്ഞിന് ഒരു അറ്റോമിക് ബോംബിന്റെ ശക്തി കൊടുക്കും. ഇത് ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ അസ്ഥികൾ വളരാൻ ആവശ്യമായ ഊർജ്ജം കൊടുക്കും. ഇത് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതിൽ വിജയിക്കും എന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ നിന്റെ വയറ്റിലുള്ളത് ശരിക്കും CpH4 ആണെങ്കിൽ നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ശരിയാണ്, ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു, പക്ഷെ അത് അധികം സമയത്തേക്ക് ഉണ്ടാവത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. അവളിപ്പോൾ മരത്തിനെയാണ് നോക്കുന്നത്. ആ കാഴ്ച ശരിക്കും അവൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ മരത്തിന് ഇപ്പോൾ അവൾക്ക് ഒരു എക്സ്റേ പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവൾ നേരെ പോകുന്നത് ആ ജാങ്ങിന്റെ സ്ഥലത്തേക്കാണ്. അയാളെ ഇപ്പം ഒരു ലേഡി ടാറ്റു അടിക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ കണ്ണിൽ കുക്കുംബറിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ അറിയുന്നില്ല. ഈ സമയം ലൂസി വേഗം അങ്ങോട്ട് ചെന്നിട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് മാറ്റി അവളുടെ കയ്യിൽ 2 കത്തി വെച്ചിട്ട് അയാളുടെ 2 കയ്യിൽ ഒരു കുത്തു കൊടുക്കുകയാണ്. അയാൾക്ക് ഇപ്പൊ കൈ അനക്കാൻ പറ്റുന്നില്ല. അയാളാണെങ്കിൽ വേദന കൊണ്ട് പെടയാൻ തുടങ്ങി. ഈ സമയം ലൂസി അയാളുടെ അടുത്ത് ചോദിക്കുന്നത്, നീ ഡ്രഗ്സുമായിട്ട് പറഞ്ഞു വിട്ട ബാക്കി 3 പേരുണ്ടല്ലോ, അവർക്ക് ഇപ്പൊ എവിടെയാണുള്ളതെന്നാണ്. എന്നാൽ അയാൾ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൈ വെച്ചിട്ട് അയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ആ സ്കാനിങ്ങിൽ അയാളുടെ മനസ്സിൽ നിന്നും ആ ഡ്രഗ്സുമായിട്ട് പോയവരിപ്പോ എവിടെയാണുള്ളത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതിൽ ഒരാളിപ്പോൾ ഉള്ളത് ബെർലിനിലാണ്, ബാക്കി 2 പേരുള്ളത് പാരീസിലും റോമിലുമാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അവൾ വേഗം തന്നെ അവിടുത്തെ പോവാണ്. ഈ സമയം ജാങ് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ലൂസി നേരെ പോകുന്നത് അവൾ താമസിക്കുന്ന വീട്ടിലേക്കാണ്. അവൾ അവളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് അവിടെ താമസിക്കുന്നത്. ഈ സമയം അവൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചോടൊപ്പം തന്നെ അവളുടെ ഫ്രണ്ടിന്റെ ശരീരത്തിലെ ചില അവസ്ഥകളും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ലൂസി വേഗം തന്നെ അവളുടെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെയ്യുന്നു. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാണ്. സൂപ്പർ സ്പീഡിലാണ് അവൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ബ്രെയിനിന്റെ ഇപ്പത്തെ അവസ്ഥയുണ്ടല്ലോ, അത് അവൾക്ക് ആരോടെങ്കിലും പറയണം. അതിനെപ്പറ്റി ആളാരാണ് എന്നാണ് അവൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത്. ആ സെർച്ചിങ്ങിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയത് ഒരേ ഒരു പേരാണ്. അത് നമ്മൾ നേരത്തെ കണ്ട പ്രൊഫസർ സാമുവൽ ആയിരുന്നു. ഈ സമയം സാമുവൽ ആണെങ്കിൽ അയാൾ ഹോട്ടലിരിക്കുകയാണ്. അവൾ വേഗം തന്നെ സാമുവലിനെ വിളിച്ചു. അതിനുശേഷം അവൾ അയാളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും എല്ലാം എനിക്കറിയാം. നിങ്ങളിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചെല്ലാം ഞാൻ പഠിച്ചു. എനിക്കിപ്പോൾ നിങ്ങളൊന്ന് കാണേണ്ട ആവശ്യമുണ്ട് എന്നാണ് ലൂസി പറയുന്നത്. അതേക്കുന്ന സാമുവലിന് ചിരിയാണ് വരുന്നത്. എന്റെ പ്രബന്ധത്തെക്കുറിച്ച് മുഴുവൻ നീ പഠിച്ചെന്നോ? അതെങ്ങനെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതേ ഡോക്ടർ, നിങ്ങളുടെ പ്രബന്ധത്തിൽ 6734 പേജുകളാണുള്ളത്. നിങ്ങളിപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുതരാം എന്നാണ് ലൂസി പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾക്ക് ശരിക്കും ഡൗട്ടായി. നീ എന്താണ് പ്രാങ്ക് ചെയ്യാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ അവരുടെ ടിവിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തിയറി ഞാൻ വായിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ റിസർച്ചിന്റെ തുടക്കത്തിലാണെങ്കിൽ പോലും താങ്കൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയോ, എന്റെ ശരീരത്തിലെ സെല്ലുകളൊക്കെ വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് സെക്കൻഡിൽ ഒരുപാട് മില്യൺ എന്ന തോതിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എന്റെ മരണസമയം കൃത്യമായിട്ട് അങ്ങോട്ട് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, 24 മണിക്കൂറിനപ്പുറത്തേക്ക് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ തിയറി പറ്റിയാണ്. അത് ജസ്റ്റ് ഒരു തിയറി മാത്രമല്ല, വലിയ തോതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള CpH4 എന്റെ ശരീരത്തിലുണ്ട്. അതെന്റെ ബുദ്ധിശക്തിയെ 100% ഉപയോഗപ്രദമാക്കും. ഇപ്പൊ തന്നെ 28%. താങ്കൾ എഴുതിയതെല്ലാം ശരിയാണ്. ഒരിക്കൽ ബ്രെയിൻ 20%-നടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുകയും ബാക്കിയുള്ളതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ മറ്റ് തടസ്സങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ആർത്തിരമ്പുന്ന ഒരു കടലാണ്. അവളൊക്കെ പറയുമ്പോൾ പ്രൊഫസർ ചോദിക്കുന്നത്, നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഈ തിയറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ വെറും ഊഹവും റിസർച്ചിന്റെ ആശയങ്ങളും മാത്രമായിരുന്നു. പക്ഷെ നീ ഇപ്പൊ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്ന കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ നിനക്ക് നിന്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അയാൾ ചോദിക്കുന്നു. പറ്റുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് മറ്റുള്ളവരുടെ ബോഡിയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും കൂടാതെ മാഗ്നറ്റിക് പവറും ഇലക്ട്രിക് തരംഗങ്ങളെയും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അയാളുടെ റൂമിനകത്തുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ കൺട്രോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് TV, ഫോണ്, അയാളുടെ ലാപ്ടോപ്പ്, അവിടുത്തെ റേഡിയോ, ഇതൊക്കെ അവൾ അവളുടെ റൂമിൽ ഇരുന്നിരിക്കുന്ന അയാൾക്ക് കൺട്രോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത്രയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു കഴിവാണ്. ഇനിയിപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നിനക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നിന്റെ മനസ്സിലുള്ള ഈ നോളജ് ഉണ്ടല്ലോ അത് ആർക്കെങ്കിലും കൈമാറണം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അവളുടെ ഫ്രണ്ടിന് കൊടുക്കുന്നുണ്ട്. അതും ചൈനീസ് ഭാഷയിൽ. അത് കാണുമ്പോൾ ഇതെന്താ നീ ചൈനീസ് ഭാഷയിൽ എഴുതി തന്നിരിക്കുന്നത്, നീ എപ്പോഴാണ് ചൈനീസ് ഒക്കെ പഠിച്ചത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതൊരു പ്രിസ്ക്രിപ്ഷൻ ആണ്. നിന്റെ ശരീരത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് നിന്റെ കിഡ്നി നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ നിന്റെ ലിവറും നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്റെ ജീവിത ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം. പിന്നെ ഞാൻ എഴുതി തന്ന ഈ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഇതിലെ മരുന്നുകളും കഴിക്കണം. മാത്രമല്ല എക്സസൈസ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവളെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ലൂസിയുടെ ഫ്രണ്ട് ആണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ ലൂസി നേരെ പോകുന്ന എയർപോർട്ടിലേക്കാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് പോലീസുകാരൊക്കെ അവൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഷം മാറിയാണ് അവൾ നടക്കുന്നത്. മാത്രമല്ല അവളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇപ്പം 30% അങ്ങനെ അവൾ നേരെ ഫോണിൽ വിളിക്കുന്നത് അവിടെ ഒരു പോലീസുകാരനെയാണ്. അയാളുടെ പേര് റിയോ എന്നാണ്. ഇപ്പൊ ലൂസി അയാളുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് 3 ആൾക്കാർ ഒരു ഡ്രഗ്സ് കടത്തുന്നുണ്ട്. അവരുടെ വയറ്റിനകത്താണ് ആ ഡ്രഗ്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവരെ കണ്ടെത്തിയിട്ട് ആ ഡ്രഗ്സ് എടുത്തിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവൾ ആ 3 ആൾക്കാരുടെ ഡീറ്റെയിൽസ് റിയോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേസമയം തന്നെ ആ ഡ്രഗ്സ് കടത്തുന്ന ആൾക്കാരൊക്കെ ഓരോരോ എയർപോർട്ടിലെത്തി. ലൂസി പറഞ്ഞത് പ്രകാരം പോലീസുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓരോരുത്തരായിട്ട് അവർ എയർപോർട്ടിൽ വെച്ച് തന്നെ പിടിച്ചു. ഇപ്പൊ റോമിൽ നിൽക്കുന്നവർ അവർ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരെ വിടുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർ അവനെയും പിടിച്ചു. എന്നിട്ട് വേഗം തന്നെ അവർ റിയോനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അത് കേട്ടതും റിയോയും ടീമും വേഗം തന്നെ അവരുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇതേസമയം തന്നെ ലൂസി ആണെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റിലിരിക്കുകയാണ്. അവിടെ മുന്നിലായിട്ട് 2 ലാപ്ടോപ്പ് ഉണ്ട്. ഒരേ സമയം തന്നെ അവൾ 2 ലാപ്ടോപ്പിലും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ തൊട്ടടുത്ത് ഒരു പാസഞ്ചർ ഇരിക്കുന്നുണ്ട്. ഒരേ സമയം 2 ലാപ്ടോപ്പിൽ അവൾ ഇങ്ങനെ പണിയുന്ന കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അതിനിടയിലാണ് ഒരു എയർ ഹോസ്റ്റസ് അങ്ങോട്ട് വന്നിട്ട് ആ ലാപ്ടോപ്പ് അടച്ചു വെക്കണം എന്ന് അവളുടെ അടുത്ത് പറയുന്നത്. അതേക്കും അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയർ ഹോസ്റ്റസിന്റെ ശരീരം കൺട്രോൾ ചെയ്തിട്ട് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുത്തി. അത് കണ്ടതും എയർ ഹോസ്റ്റസ് ആണ് അകത്തേക്ക് പോയി. ഈ സമയത്താണ് മറ്റൊരുത്തം വന്നിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് ഷാമ്പയിൻ കൊടുക്കുന്നത്. അതിനുശേഷം അവളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനാണ് അയാൾ പറയുന്നത്. അതേക്കും അവളാണെങ്കിൽ അയാളുടെ മൈൻഡും കൺട്രോൾ ചെയ്തിട്ട് അയാൾ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം അവൾ ആ ഷാമ്പയിൻ കുടിക്കുകയാണ്. ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഷാമ്പയിൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു പല്ലിളകി അതിലേക്ക് വീണു. അതിനെ തുടർന്ന് വീണ്ടും അവളുടെ പല്ലിളകി വീണുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ സ്കിന്നൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുന്ന അവൾക്ക് ഒരു ഞെട്ടലായിരുന്നു. അവൾ വേഗം തന്നെ അവിടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ ശരീരം ഇങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവിടുത്തെ ആൾക്കാർക്കും അത്ഭുതമായി. അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒരുത്തൻ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അയാൾ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് അവൾ വളരെ കഷ്ടപ്പെട്ട ആ ഡോർ ക്ലോസ് ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ മുഖത്തെ സ്കിന്നും പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവളുടെ മുന്നിൽ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. അവളുടെ ശരീരം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയും ആ CPH4 ആവശ്യമാണ്. അവളുടെ ബാഗിനകത്ത് ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. അവൾ വേഗം തന്നെ അത് മൊത്തം എടുത്ത് കഴിച്ചു. അത് കഴിച്ചതോടുകൂടെ അവളുടെ ശരീരം നോർമൽ ആവുകയും ചെയ്തു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ അവളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50% ആയിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ആ റിയോയും പോലീസുകാരും കൊണ്ടുവരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവളും ആ ഡ്രഗ്സ് കടത്തുന്ന ആൾക്കാരിൽ പെട്ടതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് കാണുമ്പോൾ പോലീസുകാരെല്ലാം അവൾക്ക് നേരെ തോക്കിയോട്ടി. അത് കാണുന്ന ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവളെ കൈ ഒന്ന് ഉയർത്തി. അതോടുകൂടെ റിയോ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പോലീസുകാരും താഴേക്ക് വീണു. ഈ സമയം റിയോ അവളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലൂസി ആണെങ്കിൽ അയാളുടെ ബോഡിയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വെടി പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ലൂസി അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നത് ബാക്കിയുള്ള ഡ്രഗ്സിന്റെ പാക്കറ്റ് എവിടെയാണെന്നാണ്. അതേക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ സേഫ് ആയിട്ട് എന്റെ കയ്യിലുണ്ട് എന്നാണ് റിയോ പറയുന്നത്. അതേക്കുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വെച്ച് ശരിയാവത്തില്ല, അത് എന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. പോലീസുകാരൊക്കെ ഇപ്പൊ പിടിച്ച 3 പേരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവരുടെ വയറ്റിൽ നിന്ന് ആ പാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് പുറത്തായിട്ട് ആ ജാങ്ങിന്റെ ഒരു അനുയായി നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ജാങ്ങിനെ ഫോണിൽ വിളിക്കാണ്. ഈ സമയം ലൂസി ആണെങ്കിൽ റിയോയുടെ കൂടെ അയാളുടെ കാറിലാണ് ഇരിക്കുന്നത്. അവൾ നോക്കുമ്പോൾ ആ ഏരിയയിലുള്ള കുറെ ആൾക്കാർ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം അവർക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. അതിൽ ജാങ്ങിന്റെ ഫോൺ കോൾ ആണ് അവൾ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ആ കാറിലെ സ്റ്റീരിയോയുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പൊ ജാങ്ങും അയാളുടെ അനുയായി സംസാരിക്കുന്നൊക്കെ അവർക്ക് ആ കാറിലെ സ്റ്റീരിയോ വഴി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ ആൾക്കാരൊക്കെ പോലീസുകാരെ പിടിച്ചു എന്ന കാര്യം ഇപ്പൊ ജാങ്ങിന് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യം ആ സംസാരത്തിൽ നിന്നും അവൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റിയോനെ അവിടെ നിന്ന് മാറ്റിയിരുത്തി അവൾ ആ കാർ എടുത്തിട്ട് മുന്നോട്ട് പോവാണ്. ഇതേസമയം തന്നെ പോലീസുകാരൊക്കെ ആ 3 ആൾക്കാരെയും കൊണ്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് ജാങ്ങിന്റെ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നത്. അവർ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള പോലീസുകാരെയും ഡോക്ടേഴ്സിനൊക്കെ കൊന്നുകളയാണ്. അങ്ങനെ അവന്മാരുടെ പണിയൊക്കെ തീർത്തതിന് ശേഷം ആ ഡ്രഗ്സിന്റെ കാരിയറുടെ വയറ്റിൽ നിന്നും അവരെ പാക്കറ്റ് ഒക്കെ വെളിയിലേക്ക് എടുത്തു. എന്നാൽ ഈ സമയത്താണ് പിന്നെയും പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൗട്ട് ആണ്. അതിനിടയിൽ ഒരുത്തരാണെങ്കിൽ ആ കളക്ട് ചെയ്ത ഡ്രഗ്സിന്റെ 2 പാക്കറ്റ് എടുത്തിട്ട് ഒരു ബോക്സിലേക്ക് വെച്ചു. എന്നിട്ട് അയാൾ വേഗം വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് ലൂസി റിയോ അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതും ഈ ജാങ്ങിന്റെ അനുയായികളൊക്കെ അവർക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. അതിനിടയിൽ മറ്റവനാണെങ്കിൽ ആ ബോക്സുമായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ അത് കാണുന്ന ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ആവരണം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സമയം അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തോക്കും കത്തിയും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്ന് തുറച്ചു നോക്കി. അതോടുകൂടെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മൊത്തം മുകളിലേക്ക് തെറിച്ചുപോയി. അതിപ്പോ അങ്ങനെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആയുധങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവന്മാരെ ലൂസി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ കൂളായിട്ട് അവർക്ക് ഇടയിലൂടെ ആ പെട്ടിയും പിടിച്ച് നിൽക്കുന്നവരുടെ അടുത്തേക്ക് നടക്കുകയാണ്. അവന്മാർ അവളെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അവളുടെ ദേഹത്തൊന്നും കൊള്ളുന്നില്ല. മാത്രമല്ല ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്മാരൊക്കെ അവിടെ നിന്ന് മുകളിലേക്ക് തെറിച്ചു പോവാണ്. എന്നിട്ട് വായുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് റിയോ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ലൂസി ആ പെട്ടി പിടിച്ച് നിൽക്കുന്നവരുടെ അടുത്തേക്ക് എത്തി. ഈ സമയം അവനും ലൂസി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവന്റെ കൈ പോലും അനക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നൈസായിട്ട് ലൂസി അവന്റെ കയ്യിൽ നിന്ന് ആ പെട്ടി എടുത്തു. അങ്ങനെ അവൾ ആ പെട്ടി നേരെ കൊണ്ടുകൊടുക്കുന്നത് റിയോന്റെ കയ്യിലാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് തുറക്കാൻ പറഞ്ഞു. ഈ സമയം അയാൾ തുറക്കുമ്പോൾ അവിടെ താഴെ എടുത്ത് വീണ് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒരു പാക്കറ്റ് ഡ്രഗ് ഉള്ളത് അവന്റെ വയറ്റിലാണ്. ലൂസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വയറ് കയറിയിട്ട് അതിൽ നിന്ന് ആ 3ാമത്തെ പാക്കറ്റ് എടുത്തു. എന്നിട്ട് അത് ആ പെട്ടിയിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ലൂസി റിയോയും വേഗം തന്നെ അവരുടെ കാർ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അവരിപ്പോ പോകുന്നത് പ്രൊഫസർ സാമുവിന്റെ അടുത്തേക്കാണ്. എന്നാൽ അവർ ഈ പോകുന്നൊക്കെ നോക്കിക്കൊണ്ട് ജാങ്ങും അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലൂസി റിയോയും ഇപ്പൊ പ്രൊഫസർ സാമുവിലുള്ള സ്ഥലത്തെത്തി. അയാളിപ്പോൾ ഉള്ളത് അയാളുടെ യൂണിവേഴ്സിറ്റിയിലാണ്. അയാൾ മാത്രമല്ല അയാളുടെ കുറച്ച് കൊളീഗ്സും അവിടെ ഉണ്ട്. ഈ കൊളീഗ്സിന്റെ അടുത്തൊക്കെ ലൂസിയെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൂസിയെ അയാൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ഒരു സയന്റിസ്റ്റ് ഇപ്പോൾ അവളോട് ചോദിക്കുന്നത് ഇത്രയും വിവരങ്ങളൊക്കെ നീ പഠിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ സമയം ലൂസി ആണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മനുഷ്യരുടെ ബുദ്ധിയെക്കുറിച്ചും മനുഷ്യർ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെച്ചിട്ടാണ്. ഓരോ സെല്ലുകളും പരസ്പരം അറിയുകയും പരസ്പരം സംവദിക്കുകയും ചെയ്യുന്നു.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് അറിവുകളാണ് പരസ്പരം കൈമാറുന്നത്. അതായത് സെല്ലുകൾ പരസ്പരം കൂടിച്ചേർന്ന് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ വെബായിട്ട് രൂപപ്പെടുന്നു. അതാണ് പിന്നീട് മാറ്ററിന്റെ പല രൂപങ്ങളായിട്ട് മാറുന്നത്. നിങ്ങൾ എന്റെ കൈ കണ്ടില്ലേ? എനിക്കിത് പല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അതായത് എന്റെ സെല്ലുകൾ പരസ്പരം കൂടിച്ചേർന്ന് പല രൂപത്തിലാവാണ്. എന്നാൽ പല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിലും ഇതെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവർ ചിന്തിക്കുന്നത് അവർ യൂണീക്ക് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സിസ്റ്റൻസിന്റെ ആ തിയറിയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ആ യൂണീക്നെസിനെയാണ്. അതുകൊണ്ട് മനുഷ്യരുടെ അളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നാണ്, 1. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. സോഷ്യലി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും വെറും രേഖാചിത്രങ്ങൾ മാത്രമാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒന്നൊന്നും ചേർന്ന് കഴിഞ്ഞാൽ 2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഒന്നൊന്നും ചേർന്നാൽ അത് 2ന് സമമാവത്തില്ല. അതായത് യഥാർത്ഥത്തിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ഒന്നുമില്ല. നമ്മൾ മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അത് സൃഷ്ടിച്ചതാണ്. അവിടെ അതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ പ്രൊഫസർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ മനുഷ്യരല്ല അളവുകോലെങ്കിൽ ഈ ഭൂമിയുടെ അളവുകളും കാര്യങ്ങളും മാത്തമാറ്റിക്സിലല്ല ഇരിക്കുന്നെങ്കിൽ പിന്നെ എന്തിലാണ് അതിരിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുന്ന ലൂസി അവർക്കൊരു വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. അതിലൊരു കാർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാർ കണ്ടില്ലേ? ഇതിപ്പോ പതുക്കെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. ഈ കാറിന്റെ വേഗത കൂട്ടി ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വേഗതയിൽ അതിനെ മുന്നോട്ട് വായിക്കുകയാണെങ്കിൽ അത് അപ്രത്യക്ഷമാവും. അങ്ങനെ വരുമ്പോൾ പിന്നെ അതിന്റെ നിലനിൽപ്പിന് എന്ത് ആധാരമാണുള്ളത്? സമയം. അതാണ് യഥാർത്ഥ അളവുകോൽ. ഒരു വസ്തു ഉണ്ട് എന്നതിന്റെ ആധാരം സമയമാണ്. സമയമില്ലെങ്കിൽ നമ്മളും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ലൂസി ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ജാങ്ങും ടീമും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. അവരിപ്പം അവിടെ നിൽക്കുന്ന മുഴുവൻ സെക്യൂരിറ്റീസിനെയും വെടിവെച്ച് കൊല്ലാണ്. അങ്ങനെ അവരൊക്കെ കൊന്നു കളഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ലൂസിയെ പിടിച്ചുകൊണ്ട് വരാനാണ് ജാങ് ഇപ്പം അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത്. അവന്മാർ വന്നത് കാണുമ്പോൾ റിയോ വേഗം തന്നെ ലൂസിയുടെയും ടീമിന്റെ അടുത്തേക്ക് എത്തി. അതിനുശേഷം ജാങ് അങ്ങോട്ട് വന്ന കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഇനി അവർക്ക് അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ ലൂസി പറഞ്ഞത് പ്രകാരം അവർ ആ ബാക്കിയുള്ള ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ട് അതിനെ ലിക്വിഡ് ആക്കി മാറ്റാണ്. എന്നിട്ട് അത് അവളുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ തുടങ്ങി. ഇതെന്തിനാണ് ഇത്രയും വലിയ ഡോസ് നിന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്ന് പ്രൊഫസർ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ശരീരത്തിലുള്ള ചില സെല്ലുകൾ അവയുടെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി അവസാനം വരെയും പ്രതിരോധിക്കും. അങ്ങനെ എന്റെ ബ്രെയിനിന്റെ മുഴുവൻ കപ്പാസിറ്റി എനിക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. അതിന് ഈ ഡ്രഗുകൾ കൂടിയേ തീരൂ എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പക്ഷെ നോക്കൂ ലൂസി, നിന്റെ ഈ അറിവുകളുണ്ടല്ലോ, ഇതൊന്നും ഉൾക്കൊള്ളാൻ മാനവരാശി തയ്യാറാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പണത്തിനും പ്രശസ്തിക്കും പുറകെയാണ് ഓടുന്നത്. അതാണ് മനുഷ്യന്റെ പ്രകൃതം. ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ എന്നാണ് പ്രൊഫസർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്റെ ബ്രെയിനിലുള്ള എല്ലാ അറിവുകളും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കമ്പ്യൂട്ടർ നിർമ്മിക്കാം. എന്നിട്ട് അത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു വഴിയും ഞാൻ കണ്ടെത്താം എന്നാണ് ലൂസി പറയുന്നത്. അങ്ങനെ ആ ഡ്രഗ്സ് എല്ലാം അവളുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. ഇതേസമയം തന്നെ പുറത്താണെങ്കിൽ റിയോയും ടീമും ഇപ്പൊ ജാങ്ങിനെയും ടീമിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഷൂട്ടൗട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ മരുന്നുകൾ മൊത്തം ലൂസിയുടെ ശരീരത്തിലേക്ക് കയറി. അതോടുകൂടെ അവൾ വാ തുറന്നു. അവൾ വാ തുറന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു പ്രകാശമാണ് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ കണ്ട് പ്രൊഫസറും ടീമും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ലൂസിയുടെ ബ്രെയിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 70%. അതോടുകൂടെ അവളുടെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത സാധനം വെളിയിലേക്ക് വരാണ്. വേരുകൾ പോലുള്ള ഒരു സാധനം. അതിപ്പം ആ റൂം മൊത്തം സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ആ കറുത്ത സാധനം അവിടെയുള്ള മുഴുവൻ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നേർക്കാണ് പോകുന്നത്. അതിനുശേഷം അതിനെ മൊത്തം കവർ ചെയ്യാണ്. അങ്ങനെ അതിന്റെ ഊർജ്ജം വലിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അവളുടെ ബ്രെയിന്റെ കപ്പാസിറ്റി ഇപ്പൊ 80%. ഇപ്പൊ അവിടെയുള്ള സയന്റിസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ അവരിപ്പോ നിൽക്കുന്നത് ഒരു വെളുത്ത റൂമിനകത്താണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ആ കറുത്ത സാധനം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അത് കാണുമ്പോൾ അവൾ ഒരു ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയാണ് എന്ന കാര്യം പ്രൊഫസർക്ക് മനസ്സിലായി. അങ്ങനെ ലൂസിയുടെ ബ്രെയിന്റെ കപ്പാസിറ്റി 90%. ഈ സമയത്താണ് പുറത്തുനിന്ന് ഒരുത്തൻ ഒരു റോക്കറ്റ് ലോഞ്ചർ ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ലൂസി ഇരിക്കുന്ന റൂമിന്റെ വാതിൽ മൊത്തം തകർത്ത് കളയാണ്. ശക്തമായ പൊട്ടിത്തെറിയിൽപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് തെറിച്ചുപോയി. ഈ സമയം ലൂസി അവിടെ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവളിപ്പോൾ എത്തിച്ചേരുന്നത് ഫ്രാൻസിലാണ്, അവിടുത്തെ ഈഫൽ ടവറിന് മുന്നിലായിട്ട്. അടുത്ത സെക്കൻഡിൽ അവൾ എത്തിച്ചേരുന്നത് വേറൊരു സ്ഥലത്താണ്. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് അവൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അവളിപ്പം സിറ്റിയിൽ ഒരു സ്ഥലത്തെത്തി. അവൾ നോക്കുമ്പോൾ അതിലെ കുറെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഒന്ന് അനക്കുകയാണ്. അതോടുകൂടെ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ സ്റ്റക്കായി. പിന്നീട് അവൾ വീണ്ടും കൈ അനക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മാറാൻ തുടങ്ങി. എന്നാൽ അവളെ സംബന്ധിച്ച് അവൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് സമയമാണ്. ഇപ്പൊ അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാസ്റ്റിലേക്കാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് അവളിപ്പോൾ ഒരുപാട് വർഷം പുറകിലേക്ക് എത്തി. അങ്ങനെ പിന്നെയും അവൾ പുറകിലേക്ക് പോവാണ്. ഇപ്പൊ അവളെ നോക്കുമ്പോൾ ഇപ്പൊ അവൾ നിൽക്കുന്നത് പണ്ട് കാലത്തെ മനുഷ്യരുടെ മുമ്പിലാണ്. അവരെല്ലാവരും ഇപ്പൊ കുതിരപ്പുറത്താണുള്ളത്. അവർക്ക് മുന്നിലായിട്ടാണ് അവൾ ഇരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അവളെ കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ അവൾ വീണ്ടും കൈയണക്കി. അതോടുകൂടെ അവൾ പിന്നെയും പുറകിലേക്ക് പോവാണ്. ഇപ്പൊ അവൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാട്ടിലൊരിടത്താണ്. അവൾക്കിപ്പം ദിനോസറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം അവളെ കാണുമ്പോൾ ഒരു ദിനോസർ അവളുടെ അടുത്ത് ഓടി വരാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് ഒരു ആദിമ മനുഷ്യന്റെ മുന്നിലാണ്. ഇതാണ് ഭൂമിയിലുണ്ടായ ആദ്യത്തെ മനുഷ്യൻ. അതിനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകമായി. അവൾ ഉടനെ തന്നെ അവളുടെ കൈ ഒന്ന് നീട്ടാണ്. ഈ സമയം ആ മനുഷ്യനും കൈ നീട്ടിയിട്ട് അവളുടെ വിരലൊന്ന് ടച്ച് ചെയ്തു. അതോടുകൂടെ അവൾ വീണ്ടും പുറകിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവളിപ്പോ ഭൂമിയിൽ നിന്നൊക്കെ പുറത്തേക്കായിട്ട് പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ആദ്യ കാലത്തിലെ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് അവളിങ്ങനെ വീണ്ടും പുറകിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ ബ്രെയിന്റെ കപ്പാസിറ്റി 99%. എന്നാൽ ഈ സമയത്താണ് ആ ജാങ് ഒരു തോക്കും പിടിച്ചുകൊണ്ട് ലൂസിയുടെ അടുത്തേക്ക് വരുന്നത്. അവൾ ഇപ്പോഴും ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ ബ്രെയിൻ ആണ് ഇപ്പൊ പ്രപഞ്ചത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ജാങ് ഇപ്പൊ അവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവളുടെ തൊട്ടടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയം ലൂസി ആണെങ്കിൽ പ്രപഞ്ചം ഉണ്ടായ സമയത്താണ്, അതായത് ബിഗ് ബാങ്ങിന്റെ സമയത്ത്. ആ പൊട്ടിത്തെറിയൊക്കെ അവൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടുകൂടെ അവളുടെ ബ്രെയിന്റെ കപ്പാസിറ്റി 100%. ഈ സമയത്താണ് ജാങ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഇപ്പൊ അവളുടെ ഡ്രസ്സ് മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അതൊക്കെ കണ്ട് ജാങ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം ലൂസി എവിടെ പോയി എന്നാണ് ജാങ് ആ പ്രൊഫസറിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ അവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് റിയോ അങ്ങോട്ട് വന്നിട്ട് ജാങ്ങിനെ വെടിവെക്കുന്നത്. അതോടുകൂടെ ജാങ് മരിച്ചു വീഴുകയും ചെയ്യുന്നു.
ഈ സമയം സയന്റിസ്റ്റുകൾ നോക്കുമ്പോൾ ലൂസി ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അത് കണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ കമ്പ്യൂട്ടർ ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് പ്രൊഫസറിന് കൊടുക്കുന്നത്. ആ പെൻഡ്രൈവിനകത്ത് അവളുടെ മുഴുവൻ അറിവുകളുണ്ട്. അയാൾ അത് മേടിച്ചു കഴിഞ്ഞതും ആ കമ്പ്യൂട്ടർ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ റിയോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ലൂസി എവിടെ പോയി എന്നാണ് റിയോ പ്രൊഫസറിന്റെ അടുത്ത് ചോദിക്കുന്നത്. അവനത് ചോദിച്ചു കഴിഞ്ഞതും അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. അവനത് എടുത്തു നോക്കുമ്പോൾ ഐ ആം എവരിവെയർ എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്. അതായത് ഞാൻ എല്ലായിടത്തും ഉണ്ട്. ആ മെസ്സേജ് വായിച്ചു കഴിയുമ്പോൾ അത് ലൂസിയുടെ മെസ്സേജ് ആണ് എന്ന കാര്യം റിയോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ചുറ്റും ഒന്ന് നോക്കിയതിന് ശേഷം വേഗം അവിടെ നിന്ന് പോവാണ്. ഈ സമയം അവിടെ നമുക്ക് ലൂസിയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ അവർക്ക് മനുഷ്യരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്ക് ജീവൻ ലഭിച്ചിട്ട് പല കോടി വർഷങ്ങളായി, ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ എന്നാണ് അവൾ പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്.